Good morning. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മൊഡ്യൂൾ 5 ആയിരുന്നു. മൊഡ്യൂൾ 5ന്റെ ഒരു ഫസ്റ്റ് ഡെറിവേഷൻ ആണ് നിങ്ങളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ബ്രീഫായിട്ട് അത് പറയാം. മൊഡ്യൂൾ 5 നമുക്ക് മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് എനർജി, ഗ്രാജുവലി വേരിഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോയുടെ ഒരു ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡും ഉണ്ട്, സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് കുറെ ലെങ്തി ആണ്. നമുക്ക് ലാസ്റ്റ് അത് വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് എനർജി പറയുന്നതിന് മുമ്പ് ഗ്രാജുവലി വേരിഡ് ഫ്ലോയും അതിന്റെ ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ, ദെൻ ഡിഫറെന്റ് ഫോംസ്, ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ സർഫസ് പ്രൊഫൈൽ ഇൻ റെക്ടാങ്കുലർ പ്രിസ്മാറ്റിക് ചാനൽ. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഗ്രാജുവലി വേരിഡ് ഫ്ലോ ഓൾറെഡി എന്താ നമുക്കറിയാം. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഗ്രാജുവലി ഒരു വാട്ടറിന്റെ ഡെപ്ത് ഗ്രാജുവലി ഫോർ എ പർട്ടിക്കുലർ ലെങ്തിൽ അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ബട്ട് റാപ്പിഡ്ലി അല്ല, കുറേ ലെങ്ത് എടുക്കുവാണെങ്കിൽ പെതുക്കെ അതൊന്നെങ്കിൽ ആ വാട്ടർ പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഓക്കെ, അതിൽ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് വാട്ട് ഈസ് ദ ഡൈനാമിക് ഇക്വേഷൻ, അല്ലെ ഡിറൈവ് ദ ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഓക്കെ, അത് നിങ്ങളിപ്പോൾ എല്ലാവരും ചെയ്തു. ഓക്കെ, നമുക്ക് ഫൈനലി ഡിറൈവ് ചെയ്യുമ്പോൾ ഗ്രാജുവലി വേരിഡ് ഫ്ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, dy by dx is equal to S0 minus SF divided by 1 minus Q square T by GAQ. അപ്പൊ ഇതാണ് ഡൈനാമിക് ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരിഡ് ഫ്ലോ. ഇത് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അവസാനം ഡെറിവേഷൻ അല്ലാതെ പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. dy by dx എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വേരിയിങ് ഓഫ് ദി ചാനൽ ഫോർ എ പർട്ടിക്കുലർ ലെങ്ത്. ഒരു പർട്ടിക്കുലർ ലെങ്തിൽ അതിന്റെ ഡെപ്ത് വേരിയേഷൻ ആണ് dy by dx ഡിനോട്ട് ചെയ്യുന്നത്. S0 എന്ന് പറയുന്ന ചാനൽ സ്ലോപ്പ്, SF അല്ല ST എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എനർജി സ്ലോപ്പ്, ദെൻ ഡിസ്ചാർജ് ബാക്കിയൊക്കെ അറിയാം, Q ഡിസ്ചാർജ്, T ടോപ്പ് വിഡ്ത്ത്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, പല പല രീതിയിൽ അതിന്റെ ഡെറിവേഷൻ നമുക്ക് ഇച്ചിരി സിംപ്ലിഫൈ ആയിട്ടൊക്കെ കാണാം. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മൾ എപ്പോഴും ചെയ്തിരിക്കുന്നത് എനർജി വെച്ചിട്ടാണ്, സ്പെസിഫിക് എനർജി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്പെസിഫിക് എനർജി ഡെപ്തി പറഞ്ഞില്ല എങ്കിലും ഷോർട്ട് ആയിട്ട് എന്താ സ്പെസിഫിക് എനർജി എന്ന് പറയാം. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഡേറ്റം ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് ആണ് ടോട്ടൽ ഹെഡ്. ബട്ട് നമുക്ക് ഡേറ്റം ഹെഡ്, പൊട്ടൻഷ്യൽ ഹെഡ്, കൈനറ്റിക് ഹെഡ്, ഇതിനകത്ത് നമ്മളുടെ v²/2g എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡ് ആണ്. അപ്പൊ കൈനറ്റിക് ഹെഡ് y എന്ന് പറയുന്നത് അതിന്റെ ഡെപ്ത് ഓഫ് വാട്ടർ, z എന്ന് പറയുന്ന ഡേറ്റം ചാനൽ. ഇപ്പൊ നമ്മളിവിടെ ഒരു ചാനൽ ബോട്ടം കൺസിഡർ ചെയ്യുന്നത് നമ്മളൊരു നമുക്കൊരു ഫിക്സഡ് ബോട്ടം ആണ്. ഓക്കെ, നമ്മളിപ്പം ഓപ്പൺ ചാനൽ ഫ്ലോ ആകുമ്പോൾ നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ആ ചാനലത്തിന്റെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് റിവർ ആണെങ്കിൽ റിവർ, ആ ചാനൽ ബോട്ടം തന്നെയാണ് നമ്മളുടെ ആ ഒരു ഡേറ്റം ലൈൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നെങ്കിൽ ഈ സെഡിന്റെ വാല്യൂ അവിടെ 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ വേറെ ഏതോ ഒരു ഡെപ്ത് നമ്മൾ പൈപ്പിലൊക്കെ കൺസിഡർ ചെയ്യുന്നത് സെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. ബട്ട് ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്ക് അത് നമ്മൾ ആ ഒരു ഡേറ്റം അല്ല റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ബോട്ടം, ഈ ചാനൽ ബോട്ടം തന്നെയാണ് നമ്മളുടെ റെഫറൻസ് ലൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെഡിന്റെ വാല്യൂ അവിടെ 0 ആയിട്ട് എടുക്കാം. അപ്പൊ ബാക്കി വരുന്ന എനർജി എന്ന് പറയുന്നത് y+v²/2g. ഈ y+v²/2g നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ആ രണ്ട് എനർജിയും കൂടെ ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്പെസിഫിക് എനർജി. ഓക്കെ, അപ്പൊ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് y+v²/2g. അതിനകത്ത് നമ്മൾ ചാനൽ ബോട്ടം തന്നെയാണ് നമ്മളുടെ ഡേറ്റം ലൈനായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ എനർജിക്ക് നമ്മൾ വേറൊരു പേര് പറഞ്ഞു, സ്പെസിഫിക് എനർജി. ഓക്കെ, അപ്പൊ അത് വെച്ച് അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഡൈനാമിക് ഇക്വേഷൻ. ബട്ട് നമുക്ക് പല കേസിലും പല പല സബ്സ്റ്റിറ്റ്യൂഷന് വേറെ ഏതോ പല ടേംസിലും നമുക്ക് ഡൈനാമിക് ഇക്വേഷനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ 1-2 എക്സാമ്പിൾസ് ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് K എന്ന് പറയുന്ന കൺവെയൻസ് ഫാക്ടർ നമുക്ക് ഫോർമുല എഴുതാം. SF/S0 എന്ന് പറയുന്നത് നമ്മളുടെ ചാനൽ സ്ലോപ്പ് ഡിവൈഡഡ് എനർജി സ്ലോപ്പ് ഡിവൈഡ് ബൈ ചാനൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു K0² ഈ Kക്കാണ് നമ്മൾ കൺവെയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവെയൻസ് ഒക്കെ കുറച്ചുകൂടി ഡെപ്തിൽ സ്പെസിഫിക് എനർജിയിലോട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ടേമിൽ നമുക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യമേ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈനാമിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ടോപ്പ് വിഡ്ത്ത് അതിനകത്തൊക്കെ എഴുതിയതാണ്. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഒരു ഫ്രോഡ്സ് നമ്പറിൻ്റെ ടേമിൽ ഡൈനാമിക് ഇക്വേഷൻ എഴുതുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺവെയൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് എക്സാമിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആൻസ് കൺവെയൻസിൻ്റെ ടേമിലൊന്നും നമുക്ക് എഴുതണ്ട. നമുക്ക് അടുത്ത് എഴുതേണ്ടത് ഏതാ? ഫ്രോഡ്സ് നമ്പറിൻ്റെ ടേമിൽ. അപ്പോൾ ഫ്രോഡ്സ് നമ്പർ എന്താ? ഫ്രോഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ജി ഇൻറ്റു വൈ ആണ്. ഓക്കെ, ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഏരിയ. അപ്പോൾ വെലോസിറ്റിക്ക് പകരം ഡിസ്ചാർജ് ബൈ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഫ്രോഡ്സ് നമ്പർ ആണ്. ആ ഫ്രോഡ്സ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെ വരും? ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു ജി വൈ. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ളത് നോക്കിയേ. ക്യൂ സ്ക്വയർ നമ്മൾ ഇതിനെ ടോപ്പ് വിഡ്ത്തിന്റെ ടേമിലോട്ട് ആക്കാൻ പോവാണ്. വൈ എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിഡ്ത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വൈ ആണ്. വൈ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി വാട്ടർ ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ടോപ്പ് വിഡ്ത്ത്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ക്യൂ സ്ക്വയർ, ഈ വൈക്ക് വരെ എ ബൈ ടി വരും. അപ്പൊ ടി ന്യൂമറേറ്ററിലോട്ട് പോകും. ക്യൂ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എയും എ രണ്ട് എ വരും. അപ്പൊ എ ക്യൂബ് ഇൻറ്റു വൈ. അപ്പൊ എഫ് ഇ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ടി ബൈ എ ക്യൂബ് വൈ. ഇനി നമ്മളുടെ ജനറൽ ഫോർമുല ഒന്ന് നോക്കിയാൽ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എസ് സീറോ മൈനസ് എസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ജി എ ക്യൂബ്. ഈ ക്യൂ സ്ക്വയർ ടി ഡിവൈഡ് ബൈ ജി എ ക്യൂബ് ആണ് നമുക്ക് ഫ്രൂട്ട്സ് നമ്പർ സ്ക്വയർ ആയിട്ട് കിട്ടിയത്. അപ്പൊ ഇക്വേഷനകത്ത് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ റീപ്ലേസ് ചെയ്ത് എങ്ങനെ എഴുതാം? എഫ് ഇ സ്ക്വയർ എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതാണ് ഇൻ ടേംസ് ഓഫ് ഫ്രൂട്ട്സ് നമ്പർ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഇനി നോക്കിയേ, ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ. ഓക്കെ, നമ്മൾ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ടേം വരെ പറഞ്ഞാൽ മതി. ഏതിനാ? ജസ്റ്റ് ജനറൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിറൈവ് ദ ഡൈനാമിക് ഇക്വേഷൻ ഫോർ എ ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അപ്പൊ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എസ് സീറോ മൈനസ് എസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് ഫോമുലയും ഫ്രൂട്ട്സ് നമ്പറിന്റെ ടേമിലെയും ഫോമുലയും മതി. ഇനി എടുത്ത് വല്ലതും ചോദിക്കുകയാണെങ്കിൽ റെക്ടാങ്കുലർ ചാനൽ എന്ന് വല്ല എടുത്ത് ചോദിക്കുവാണെങ്കിൽ മാത്രം ഇങ്ങോട്ടുള്ള ഡെറിവേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഫോർ റെക്ടാങ്കുലർ ചാനൽ നമുക്ക് ഓൾറെഡി അറിയാം. വൈഡ് റെക്ടാങ്കുലർ ചാനലിൽ നമ്മൾ ആദ്യമേ ഒരു കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർ എന്ന് പറയുന്നത് വൈ ആയിരിക്കും. എൻ്റെ റീസൺ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ സെക്ഷൻ ലെറ്റ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ ഈസ് ബി. ഓക്കെ, നമ്മുടെ ആ ഒരു ചാനൽ എടുത്തു. ചാനലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. വൈ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഏരിയ എങ്ങനെ എടുക്കാം? ഏരിയ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ. ഇനി വൈ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ബി പ്ലസ് 2y. ഇനി ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ ആയതുകൊണ്ട് ബി എന്ന് പറയുന്നത് വെരി ഗ്രേറ്റർ ദാൻ വൈ ആണ്. അപ്പോൾ വൈ നമുക്ക് നിയർലി 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ദാറ്റ് മീൻസ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. അങ്ങനെയാണ് ഹൈഡ്രോളിക് ഡെപ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? അല്ല, ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് ഏരിയ ബൈ പെരിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് ബി ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ഈസ് ബി. ബിയും ബിയും ക്യാൻസൽ ആവും. ദെൻ ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഈക്വൽ ടു വൈ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യമാണ്. ഇനി നമുക്ക് അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈനാമിക് ഇക്വേഷൻ ആണ്. അപ്പൊ ആദ്യമേ വൈഡ് റെക്ടാങ്കുലർ ചാനലിന്റെ കണ്ടീഷൻ ആണ് നമ്മൾ എടുത്തത്. ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വൈക്ക് ഈക്വൽ ആണ്. ഇനി നമ്മൾ ഓരോ ഫോർമുലാസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, കാരണം നമുക്ക് ഫോർമുലക്കകത്ത് എസ് സീറോ മൈനസ് എസ് എഫ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ എസ് സീറോയുടെ വാല്യൂവും എസ് എഫിന്റെ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യമേ നമ്മൾ ചെസീസ് ഫോർമുല എടുക്കുക. ചെസീസ് ഫോർമുല ഇസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു എ സി റൂട്ട് ഓഫ് ആർ എസ്. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. എസിന് ഇവിടെ എടുക്കാൻ പറ്റുന്ന നമുക്ക് നിയർലി ഒരു യൂണിഫോം ഫ്ലോ ആണെങ്കിൽ നമുക്ക് പറയാം ചാനൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എനർജി സ്ലോപ്പ് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെസീസ് ഇക്വേഷന് എസ് എന്ന് പറയുന്നത് എസ് സീറോ ആണ്. അപ്പൊ അതൊരു യൂണിഫോം ഫ്ലോ ആയതുകൊണ്ട് എസ് സീറോ ഈസ് ഈക്വൽ ടു എസ് എഫ് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണ് ഫോർമുല എങ്ങനെ എഴുതാം? ക്യൂ ഈസ് ഈക്വൽ ടു എ സി റൂട്ട് ഓഫ് ആർ ഇൻറ്റു എസ് എഫ്. ഓക്കെ, ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഏരിയ നമുക്ക് ബി ഇൻറ്റു വൈ. സി ഈസ് എ ചെസീസ് കോൺസ്റ്റന്റ്. റൂട്ട് ഓഫ് ആർ എന്ന് പറയുന്ന ഹൈഡ്രോളിക് റേഡിയസ് ആണ്. അതിനെ ഫോർ എ വൈഡ് റെക്ടാങ്കുലർ ചാനൽ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? വൈ എന്ന് റീപ്ലേസ് ചെയ്യാം. ദെൻ റിമൈനിങ് ടേം എസ് എഫ് അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫോർ എ യൂണിഫോം ഫ്ലോയ്ക്കാണ് എസ് ഈസ് ഈക്വൽ ടു എസ് സീറോ എന്ന് കൊടുക്കാം, വൈ ഈസ് ഈക്വൽ ടു വൈ എന്നും കൊടുക്കാം. കാരണം രണ്ട് രീതിയിൽ നമ്മൾ പറയാൻ പോകണം. ആദ്യമേ ഒരു ജസ്റ്റ് ജനറൽ ആയിട്ട് ക്യൂ എന്ന് പറഞ്ഞ് നമ്മൾ എസ് എഫ് എന്ന് കൊടുത്തു. ഇനി യൂണിഫോം ഫ്ലോ ആവുമ്പോൾ അല്ലെങ്കിൽ അതവിടുത്തെ നോർമൽ ഫ്ലോ എടുക്കുക നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നോർമൽ ഡെപ്ത് വൈ എന്ന് പറയുന്നത് നോർമൽ ഡെപ്ത് കൊടുക്കുക, എസ് എന്ന് പറയുന്നത് ചാനൽ സ്ലോപ്പ് കൊടുക്കുക.
then qn. ഇവിടെ q ആണ് എഴുതിയേക്കുന്നത്. then qn എന്ന് പറയുമ്പോൾ ac root of r into s naught എന്ന് റീപ്ലേസ് ചെയ്യാം. s naught എന്ന് പറയുന്ന ചാനൽ സ്ലോപ്പ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് y ക്ക് പകരം അടുത്ത നോർമൽ ഡെപ്തിന്റെ y ക്ക് പകരം yn ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. b into yn into c root of ഇവിടെയും y ക്ക് പകരം yn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sf ന് പകരം s naught. ഇനി നമുക്കറിയാം ഈ രണ്ട് ഡിസ്ചാർജ് ഈക്വൽ ആണ്. രണ്ട് ഡിസ്ചാർജ് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ആയിപ്പോവും. ബി ക്യാൻസൽ ആവും, ഇവിടെയും ബി ക്യാൻസൽ ആവും, ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെയും സി ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് വൈയുടെയും എസിന്റെയും ടേമിലായിരിക്കും. അപ്പൊ ഇതിനൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് എസ് എഫ് ബൈ എസ് നോട്ടിന്റെ ടേമിലോട്ട് മാറ്റും. അപ്പൊ എസ് എഫ് ബൈ എസ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ്. ഓക്കെ, എസ് എഫ് energy slope divided by channel slope is equal to normal depth divided by y the whole cube. ഓക്കെ, ഇത് നമ്മളൊരു ഇക്വേഷൻ അവിടെ എഴുതി. നമുക്ക് ഇതുവരെ ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പൊ ചെസ്സിസ് ഫോർമുല വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടി, നമ്മൾ അത് നോട്ട് ചെയ്തു. ഇനി സപ്പോസ് അടുത്തൊരു ഇക്വേഷൻ ആണ്, അടുത്തൊരു ഫോർമുലയാണ് മാനിങ്സ് ഫോർമുല. മാനിങ്സ് ഫോർമുല വെച്ച് എങ്ങനെ നമ്മുടെ ഫോർമുല q is equal to 1 by n a r raised to 2 by 3 s raised to 1 by 2. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരിയയ്ക്ക് പകരം ബി ഇൻറ്റു വൈ ഇടുക, ആറിന് പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസിന് പകരം എസ് എഫ് ഇടുക. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ ഈ ഒരു ഫോർമുല ആയിട്ട് 1 by n ബി ഇൻറ്റു വൈയും, ഇവിടെ വൈ ഉണ്ട്, ഇവിടെ y raised to 2 by 3 വരും. അപ്പോൾ y raised to 5 by 3 ആണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് എസ് എഫ് raised to 1 by 2. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഫ്ലോ എടുക്കുവാണെങ്കിൽ ക്യു എൻ ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 by n ബി വൈ എൻ റേസ് ടു 5 by 3 ഇൻറ്റു എസ് സീറോ റേസ് ടു 1 by 2 എന്ന് വരും. നേരത്തെ ചെയ്തതുപോലെ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എസ് എഫ് ബൈ എസ് നോട്ടിന്റെ ടേമിലോട്ട് നമുക്ക് കിട്ടും. അപ്പൊ നോക്കിയാൽ എസ് എഫ് ബൈ എസ് നോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? വൈ എൻ ബൈ വൈ ദ ഹോൾ റേസ് ടു 10 by 3. ഇപ്പൊ രണ്ട് ഫോർമുല നമുക്ക് കിട്ടി. ചെസ്സിസ് ഫോർമുല ചെയ്യുമ്പോൾ എസ് എഫ് ബൈ എസ് നോട്ട് ഇൻറ്റു വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ്. ആൻഡ് ഇൻ മാനിങ്സ് ഫോർമുല ചെയ്യുമ്പോൾ എസ് എഫ് ബൈ എസ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ ദ ഹോൾ റേസ് ടു 10 by 3. ഓക്കെ, രണ്ട് ഫോർമുല കിട്ടി. ഇനി നമ്മളുടെ ഡൈനാമിക് ഇക്വേഷൻ നോക്കിയാൽ ഡൈനാമിക് ഇക്വേഷൻ എന്താ? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എസ് നോട്ട് മൈനസ് എസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ്. ജനറൽ ഇക്വേഷൻ. ഇനി ഫോർ എ വൈഡ് റെക്ടാങ്കുലാർ ചാനൽ നമ്മൾ ആദ്യമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് മാത്രം എടുത്തു. അത് ഈ വൈഡ് റെക്ടാങ്കുലാർ ചാനൽ ക്യൂ സ്ക്വയർ അത് തന്നെയാണ്, ടി അങ്ങനെ എഴുതുക. ഡിവൈഡഡ് ബൈ എയെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ബി ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ബി ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് എന്ന് വരും. ഓക്കെ, ദെൻ ബാക്കി ടേംസ് ഒക്കെ നോക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന മാത്രമല്ല. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ, അവിടെ ഒരു ബി ബാലൻസ് ഉണ്ട്. ഇനി 1 by g ഇൻറ്റു ടി ബൈ ബി ഇൻറ്റു വൈ ക്യൂബ്. ഓക്കെ, ഇത് എഴുതാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്യൂ ബൈ ക്യാപിറ്റൽ ക്യൂ ബി അല്ലെങ്കിൽ ഡിസ്ചാർജ് പെർ വിഡ്ത്ത് ഓഫ് ദി ചാനൽ, അങ്ങനെ ഒരു ഫോർമുല. അതിനെ നമ്മൾ സ്മോൾ ക്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ആക്ച്വലി ഇതെല്ലാം നമ്മൾ സ്പെസിഫിക് എനർജിയുടെ ടേമിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ അവിടെ ഒന്നും കൂടെ അടുത്ത സെക്ഷനിലെ സ്പെസിഫിക് എനർജി എടുക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്പെസിഫിക് എനർജി കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവും. നമുക്ക് ഇവിടെ ഒരു റീപ്ലേസ്മെന്റ് നടത്താം. ക്യാപിറ്റൽ ക്യൂ ബൈ സ്മോൾ ക്യൂ, ദാറ്റ് ഈസ് ഡിസ്ചാർജ് പെർ വിഡ്ത്ത് ഓഫ് ദി ചാനലിനെ നമുക്ക് സ്മോൾ ക്യൂ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ സ്മോൾ ക്യൂ സ്ക്വയർ ഇൻറ്റു 1 by g ഇൻറ്റു ടി ബൈ ബി വൈ ക്യൂബ് നമുക്ക് എഴുതാം. അപ്പൊ ഇതിനെ ഈ ഒരു ടേമിലോട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് പറയാം ഫോർ എ റെക്ടാങ്കുലർ ചാനലിന് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബോട്ടം വിഡ്ത്തിന് ഈക്വൽ ആണ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പൊ ആ ടിക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എന്ത് വരും? ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്ന് പറയുന്നത് സ്മോൾ ക്യൂ സ്ക്വയർ ബൈ ജി വൈ ക്യൂബിന്റെ ടേമിൽ നമുക്ക് എഴുതാം. ഇനി ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈ ചെസ്സിസ് ഫോർമുല. ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ ഇതിനെ രണ്ടും നമ്മളൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് എഴുതുക. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഇക്വേഷന് ഈ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ വൈ സി ബൈ വൈ, നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ചതാണ്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേറെ കൊടുക്കാം. ഇതിന് പകരം ഇതും കൊടുക്കുക, ഇതിന് പകരം ഇതും കൊടുക്കുക. എങ്ങനെ വേണേലും കൊടുത്ത് നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഡി യു ബൈ ഡി എക്സ് എസ് സീറോ മൈനസ് എസ് എഫ് ബൈ ഇവിടെ ക്യൂ സ്ക്വയർ ടി ബൈ ജി എ ക്യൂബിനെ എങ്ങനെ എഴുതാം? ചെസ്സിസ് ഫോർമുലയ്ക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്തത് വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ്. അതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ,
ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ചെസിസ് ഫോർമുല എന്ന് പറയുന്നത് എസ് എഫ് ബൈ എസ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ് നമുക്ക് എഴുതാം. ഇത് എസ് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എസ് നോട്ട് ഇൻറ്റു വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ്. ഈ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് എസ് എഫിന് പകരം ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എസ് സീറോ മൈനസ് എസ് എഫിന് പകരം എസ് നോട്ട് വൈ എൻ ബൈ വൈ ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 1 മൈനസ് വൈ സി ബൈ വൈ ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇതിന് നമ്മൾ എസ് സീറോ കോമൺ ഫാക്ടർ എടുത്തു. അപ്പോൾ നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസിസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ പറയുന്ന ഫൈനൽ ഇക്വേഷൻ du by dx s naught into 1 minus yn by y the whole cube divided by 1 minus yc by y the whole cube. This is the dynamic equation for a wide rectangular channel according to Chessy's formula. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് ബ്രീഫായിട്ട് ഞാൻ പറയാം. വൈഡ് റെക്ടാങ്കുലർ ചാനലിലെ കണ്ടീഷൻ ആർ എന്ന് പറയുന്നത് വൈ ആണ്. നമ്മൾ ചെസീസ് ഫോർമുല വെച്ച് ഡിസ്ചാർജിന് ഒരു ഫോർമുല എഴുതി ഡിസ്ചാർജിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എക്ക് ബി വൈയും വൈക്ക് വൈയും ആറിന് വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസിന് എസ് എഫ് എടുക്കുക. ഇനി നോർമൽ ഡെപ്ത് വെച്ചിട്ട് ഇടുക, രണ്ടും കൂടെ സോൾവ് ചെയ്യുക, എസ് എഫ് ബൈ എസ് നോട്ടിൻ്റെ ടേമിൽ കിട്ടും. അതുപോലെ മാനിങ്സ് ഇക്വേഷൻ എഴുതുക, എസ് എഫ് ബൈ എസ് നോട്ടിൻ്റെ ടേമിൽ കിട്ടും. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പോവാം. ആദ്യമേ ജനറൽ ഫോർമുല എടുത്തു. ഇനി അവിടെ ഒരു ക്യൂ സ്ക്വയറിന്റെ ടേമിലോട്ട് നമ്മൾ മാറ്റി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ വേണം ഒന്നും കൂടെ എഴുതാം കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എസ് സീറോ മൈനസ് എസ് എഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ സ്ക്വയർ ബൈ ജി വൈ ക്യൂബ് എന്ന ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം, വൈ സി നോട്ട് ബൈ വൈ ദ ഹോൾ ക്യൂബ്. അപ്പം ഇവിടെ ഒരു ഡൗട്ട് വരും, ഇത് എങ്ങനെയാ വന്നതെന്ന്. ആക്ച്വലി എന്നുണ്ട് ഇത് നമ്മൾ സ്പെസിഫിക് എനർജിയുടെ ഒരു കണ്ടീഷനിൽ പഠിക്കുന്നതാണ്. വൈ സി എന്ന് പറയുന്നത് ആക്ച്വലി ക്യൂ സ്ക്വയർ ബൈ ജി ദ ഹോൾ റൈസ് ടു 1/3. വൈ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. വൈ സി ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഡെപ്ത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ജി ദ ഹോൾ റൈസ് ടു 1/3. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ക്യൂ സ്ക്വയർ ബൈ ജി ദ ഹോൾ റൈസ് ടു 1/3ക്ക് വൈ സി നേടാം. അപ്പം വൈ സി ക്യൂബും നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഇവിടെ ഡിവൈഡഡ് ബൈ വൈ ക്യൂബ് ഉണ്ട്. ആക്ച്വലി ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യമേ ഇത് ഇക്വേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെസീസ് ഫോർമുല വെച്ച് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എസ് എഫിൻ്റെ വാല്യൂ എടുക്കുക. എസ് എഫിൻ്റെ വാല്യൂ എടുത്തിട്ട് ഈ ഒരു ചെസീസ് ഫോർമുലയുടെ അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഇക്വേഷൻ അതിനകത്ത് എസ് സീറോ മൈനസ് എസ് എഫിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഡൈനാമിക് ഇക്വേഷൻ്റെ ചെസീസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ പറയുന്നത്. ഇതുപോലെ മാനിങ്സ് ഫോർമുല വെച്ച് നമുക്ക് പറയാൻ പറ്റും. മാനിങ്സ് ഫോർമുലയിലും എന്താ എസ് എഫ് എന്ന് പറയുന്നത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച ഫോർമുല വൈ എൻ ബൈ വൈ ദ ഹോൾ റൈസ് ടു 10/3 ആണ്. അവിടെ എസ് എഫ് ഈസ് ഈക്വൽ ടു എസ് സീറോ ഇൻറ്റു എസ് എഫ് ഈസ് ഈക്വൽ ടു ആണ് എസ് സീറോ ഇൻറ്റു വൈ എൻ ബൈ വൈ ദ ഹോൾ റൈസ് ടു 10/3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസ് നോട്ട് കോമൺ ആയിട്ട് എടുക്കുക. അപ്പം ഇക്വേഷൻ നോക്കിയേ, വൈ എൻ ബൈ വൈ ദ ഹോൾ റൈസ് ടു 10/3. ഓക്കെ, ബാക്കി ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ടേമിലാണ് ഡിനോമിനേറ്റർ നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്തിൻ്റെ ടേമിലും വൈ എൻ്റെ ടേമിലും നമുക്ക് രണ്ട് ഫോർമുലാസ് കിട്ടി. ഓക്കെ, പിന്നെ അതിനകത്ത് എഴുതിയേക്കുന്ന കുറേ കണ്ടീഷൻസ് ഒന്ന് നോക്കുക. വെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഫോർമുല നോക്കിയേ, ഈ ഫോർമുല നോക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. വൈ ഈസ് കോൺസ്റ്റന്റ് ഓർ ഡെപ്ത് ഓഫ് വാട്ടർ എബവ് ദി ബോട്ടം ഓഫ് ചാനൽ ഈസ് കോൺസ്റ്റന്റ്. Okay, it means that the free surface of water is parallel to the bed of the channel. dy by dx 0 ആകുമ്പോൾ ഏതാ കോൺസ്റ്റന്റ് ആവുന്നത്? y is constant or depth of water above the bottom of the channel is constant. നോക്കിയേ, dy by dx 0 ആകുമ്പോഴത്തേക്കും ഈ ടേമും 0 ആവും. അപ്പോൾ നമുക്ക് ഈ yn എന്ന് പറയുന്നത് ഈക്വൽ ടു y ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി yn is greater than y when dy by dx is greater than 0 ആണെങ്കിൽ എന്താ, dy by dx അല്ലെങ്കിൽ നമുക്ക് പറയാം dy by dx പോസിറ്റീവ് ആണെങ്കിൽ the depth of water increases in the direction of flow. ഓക്കെ, ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമുക്ക് ആ ഒരു dy by dx എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ആ ചേഞ്ചസ് ഒന്നും അവിടെ കാണുന്നില്ലെങ്കിൽ, dy by dx ചേഞ്ചസ് ഒന്നും അവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് പറയാം അത് പാരലാണ്. അവിടെ റൈസിങ്ങും ഇല്ല ഫോളിങ്ങും ഒന്നുമില്ല. ഇനി dy by dxന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം നമ്മളുടെ കർവ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അപ്സ്ട്രീമിലെ വാട്ടർ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ വാട്ടർ പ്രൊഫൈൽ ഡിക്രീസ് ചെയ്യുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി. നോക്കിയേ,
ഇവിടെ നോക്കിയേ, ഈ ഒരു ആദ്യമേ വാട്ടർ വരുന്നു, വാട്ടർ ഇവിടെ താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് വരുന്ന പ്രൊഫൈൽ. അപ്പോൾ ഈ ഒരു കേസ് dy/dx <0 ആണ്. ബട്ട് ഇവിടുത്തെ ഒരു കേസ് ഒരു ഒബ്സ്ട്രക്ഷൻ വരുവാണ്, ഇങ്ങനെ വരുന്ന വാട്ടർ പെതുക്കെ ഇവിടെ റൈസ് ചെയ്യും. അപ്പോൾ റൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് dy/dxന്റെ വാല്യൂ >0 ആകുമ്പോൾ ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ച് നമ്മളുടെ കർവ് റൈസ് ചെയ്യും. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ തിയറിക്കകത്ത് വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഞാൻ പിന്നെയും എടുത്തു പറയാ, ഗ്രാജുവലി വേരിയബിൾ ഫ്ലോയുടെ ഡെറിവേഷൻ ആണ് ഫ്രൂട്ട്സ് നമ്പറിലെയും. പിന്നെ വൈഡ് റെക്ടാങ്കുലർ ചാനലിന്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരെണ്ണം പറയുന്നത് ബാക്ക് വാട്ടർ കർവ് എന്താണെന്നാണ്. ബാക്ക് വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബാക്കിൽ കൂടെ നമുക്ക് വെള്ളം വരുന്നു, വെള്ളം ഇതാണ്ട് ഇതൊരു വിയർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുക, ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം അതിന്റെ അപ്സ്ട്രീമിലൂടെ വെള്ളം വരുന്നു. വെള്ളം വന്ന് ഗ്രാജുവൽ ആയിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്ട്രീമിൽ ഒരു പോയിന്റ് നമ്മളുടെ നിയർ നമ്മളുടെ വിയറിൽ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണാം, ഒരു ഗ്രാജുവലി റൈസിങ് ഓഫ് ദ കർവ് നമുക്ക് കാണാം. ഇനി അല്ലെങ്കിൽ H2ന്റെ വാല്യൂവും H1ന്റെയും കൂടെ ആ ഒരു ഡിഫറൻസിന് നമ്മൾ പറയുന്ന വേറൊരു ടേമാണ് അഫ്ലക്സ് എന്ന്. ഓക്കെ, അഫ്ലക്സ് എന്ന് പറഞ്ഞാൽ H2 വരെ കുറേ വാട്ടർ ഹൈറ്റ് കൂടും, ആ കൂടുന്ന ഹൈറ്റും അപ്സ്ട്രീമിൽ ഒരു ഹൈറ്റും കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ അഫ്ലക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാക്ക് വാട്ടർ കർവിന് ആൻഡ് ഡ്രോ ഡൗൺ കർവിന് പറയുന്നതാണ് ബാക്ക് വാട്ടർ അല്ല അഫ്ലക്സ്. Okay, let H1 is the depth of water at a point where the water start rising. അപ്പോൾ H1 എന്ന പോയിന്റിലാണ് വാട്ടർ റൈസ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് അതിനെ H1 എന്ന് നോട്ട് ചെയ്യുക. H2 എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ റൈസിങ് വാട്ടർ. ഇത് റൈസ് ചെയ്ത് മാക്സിമം എത്തിയ പോയിന്റിനെ H2 എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ വാട്ട് ഈസ് അഫ്ലക്സ് എന്ന് ചോദിച്ചാൽ H2 മൈനസ് S1. അത് നമ്മളുടെ ഡിഫറൻസിനാണ് അഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നുണ്ട് നോക്കിയാൽ. അഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം ഇൻക്രീസ് ഇൻ വാട്ടർ ലെവൽ ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാത്ത് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ. ദ പ്രൊഫൈൽ ഓഫ് ദ റൈസിംഗ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഒബ്സ്ട്രക്ഷൻ ഈസ് കോൾഡ് ബാക്ക് വാട്ടർ കർവ്. ഓക്കെ, ഈ റൈസ് ചെയ്യുന്ന പ്രൊഫൈലിന് പറയുന്ന പേരാണ് ബാക്ക് വാട്ടർ കർവ്. ബാക്ക് എന്ന് പറയുന്ന നമ്മളുടെ വിയറിന്റെ ബാക്കിലോട്ടുള്ളത് കൊണ്ടാണ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈസ് ചെയ്യുന്ന കർവിന് ബാക്ക് വാട്ടർ കർവ് എന്ന് പറയും. Okay, the distance along the bed of the channel between the section where water starts rising to the section where water having maximum height is known as length of the backwater curve. ഇനി നോക്കിയാൽ നമ്മൾ പറഞ്ഞു H1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു, H2 എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പോൾ ആ റൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും റൈസിങ് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെ മാക്സിമം റൈസ് എത്തിയ പോയിന്റും നമ്മളെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ L അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ബാക്ക്വാട്ടർ കർവ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു പ്രോബ്ലം തരുമ്പോൾ എത്ര ലെങ്തിലാണ് ആ ഒരു റൈസിങ് അവിടെ നടന്ന അല്ല ഒരു ഡിപ്രഷൻ അവിടെ നടന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ലെങ്തിലാന്ന് അറിയണം. അപ്പൊ ആ ലെങ്തിന് പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് ബാക്ക് വാട്ടർ കർവ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ച്വലി ഇതിന്റെ അത്രയും ഡെറിവേഷൻ ചോദിക്കുന്നില്ല എങ്കിലും നോക്കുക, നമ്മുടെ പ്രോബ്ലത്തിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ലെങ്ത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെങ്തിന്റെ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്തു, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 എന്ന് പറയുന്നത് നമ്മൾ ചാനൽ ബോട്ടം ഉണ്ട്, Z1 ഉണ്ട്, H1 ഉണ്ട്, V1²/2g. അടുത്ത രണ്ടാമത്തെ സെക്ഷന് അവിടെ Z2 എന്ന് പറയുന്നത് 0 ആണ്, H2 ഉണ്ട്, V2² ഉണ്ട്, പിന്നെ അവിടെ ഒരു ലോസ് ഉണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയേ, സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ SF-ന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കും? SF എന്ന് പറയുന്നത് HF ഡിവൈഡഡ് ബൈ അല്ല H2 ഡിവൈഡഡ് ബൈ L. അപ്സ്ട്രീം എനർജി സ്ലോപ്പ് ആണ്. അപ്പോൾ H2 ഡിവൈഡഡ് ബൈ L. അത് കാണണമെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയേ, ഈ പിക്ചറിനകത്ത് മുകൾ ഭാഗം നോക്കുക. എനർജി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള സ്ലോപ്പ് അല്ലേ, ചാനലിന്റെ ടോപ്പിൽ വെച്ചുള്ള സ്ലോപ്പാണ് എനർജി സ്ലോപ്പ്. ദാറ്റ് ഈസ് എനർജി V² കൈനറ്റിക് എനർജി ഡെവലപ്പ് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ എനർജി സ്ലോപ്പ് കാണണമെങ്കിൽ H2 ഡിവൈഡഡ് ബൈ L, ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ചാനൽ ബോട്ടം സ്ലോപ്പ് കാണണമെങ്കിൽ എങ്ങനെ എടുക്കാം? ബോട്ടം സ്ലോപ്പ് ആണെങ്കിൽ Z1 ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഇത് രണ്ടും സ്ലോപ്പിന്റെ ഫോർമുലാസ് ആണ്. ഇതിന്റെ രണ്ട് പോയിന്റിലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. Z1 പ്ലസ് H1 പ്ലസ് V1²/2g is equal to Z2 പ്ലസ് H2 പ്ലസ് V2²/2g പ്ലസ് H2. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈ Z2 ഒക്കെ നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി SF-ന്റെയും S0-യുടെയും വാല്യൂസ് നമുക്കറിയാം. അത് വെച്ചിട്ട് ഈ
Z1 H1ന്റെ വാല്യൂവും H2ന്റെ വാല്യൂ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. നോക്കിയേ, SF is equal to H2/L ആണ്. അങ്ങനെയാണ് H2 എങ്ങനെ എടുക്കുക? SF into L. ഇനി S0 is equal to Z1/L ആണ്. അപ്പോൾ Z1 എങ്ങനെ എടുക്കുക? S0 into L. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് Z1ന് പകരം S0 into L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് H1 അതുപോലെ എഴുതുക. V1² is equal to Z2. ഓക്കെ, Z2 തന്നെ എഴുതുക, പ്ലസ് H2 അങ്ങനെ തന്നെ എഴുതുക. H2ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. H2 അല്ല, ഇതിവിടെ HL, ഹെഡ് ലോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ SF എന്ന് പറയുന്നത് HL/L ആണ് കേട്ടോ, സോറി. ഓക്കെ, നമ്മുടെ ഫോർമുലക്കകത്ത് SF എന്ന് പറയുന്നത് HL/L ആണ്. HL അവിടുത്തെ എനർജി സ്ലോപ്പ് ഹെഡ് ലോസ് ആണ്. അപ്പൊ ഇവിടെ ഹെഡ് ലോസിന്റെ വരെ HLന് വരെ നമുക്ക് HF into L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z2ന്റെ വാല്യൂ 0 ആണ്, കാരണം നമുക്ക് അവിടെ ഒരു ഡേറ്റം ഇല്ല. പിക്ചർ നോക്കാം. കണ്ടേ, ഈ പിക്ചറിനകത്ത് ഇവിടെ Z2 എന്ന് പറയുന്നത് 0 ആണ്. Z2ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി റിമൈനിങ് ടേംസ് S0 into L plus H1 plus V1²/2g is equal to H2 plus V2²/2g plus HF into L. ഇനി ഇതിനകത്ത് നമ്മൾ കോമൺ ടേംസ് ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരും. നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് S0 into L മൈനസ് ഇവിടെ ഒരു SF into L ഉണ്ട്, അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ബാക്കി ടേംസിനെയൊക്കെ റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുപോകാം. ഇനി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ ഹെഡ് പ്ലസ് V2²/2g ആണ്. ഡേറ്റം ഹെഡ് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണ് H2 plus V2²/2g നമുക്ക് E2 എന്ന് എഴുതാം. H1 plus V1²/2g നമുക്ക് E1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ ബാക്ക് വാട്ടർ കർവ് എങ്ങനെ വരും? E2 minus E1 divided by S0 minus SF. This is the equation for backwater curve. Very very important ആണ് equation for backwater curve. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ബാക്ക് വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഇനീഷ്യലി എന്നൊരു മാക്സിമം ഹൈറ്റ് വരെ റൈസ് ചെയ്യുന്ന പ്രൊഫൈലിന് പറയുന്ന പേരാണ് ബാക്ക് വാട്ടർ കർവ്. അപ്പം ഈ ഒരു പിക്ചർ നോട്ട് ചെയ്യുക. അതിനകത്ത് Z1 H1 V1²/2g പിന്നെ Z2 ഉണ്ട്, അത് 0 ആണ്. H2 plus V2²/2g plus HL ആണ്, ഹെഡ് ലോസ് ആണ്. ഇത് കറക്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി. ഓക്കെ, ബാക്കിയെല്ലാം സെയിം, നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതുക. നമുക്ക് അവസാനം ലെങ്ത് ഓഫ് ദ ബാക്ക് വാട്ടർ കർവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും വരെ ഇന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, കാരണം അങ്ങോട്ട് വരുമ്പോൾ വാട്ടർ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഫൈലും ഉണ്ട്. ഇനി എടുക്കാൻ പോകുന്നത് പ്രൊഫൈൽ ക്ലാസിഫിക്കേഷനും പിന്നെ കുറച്ച് പ്രോബ്ലംസും ഒക്കെയാണ്. അപ്പോൾ അത് ഇന്നും കൂടെ പറഞ്ഞാൽ ഒരുപാട് ലോഡായിപ്പോവും. അതുകൊണ്ട് ഇന്ന് ഇത്രയും പോർഷൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, താങ്ക് യു.